പുതിയ സമവാക്യങ്ങൾക്ക് വേദിയായി ഷാങ്ഹായ് ഉച്ചകോടി. മോദി ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെയും കണ്ടു. അതേസമയം പഹൽഗാം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദം നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പല രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായി പ്രതികരിച്ചു. മോദിയുടെ വാക്കുകളിലേക്ക്. पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी। ऐसे में प्रश्न उठना स्वाभाविक है, क्या कुछ देशों द्वारा आतंकवाद का खुलेआम समर्थन हमें स्वीकार्य हो सकता है? एक्सेलेंसी, हमें स्पष्ट रूप से और एक स्वर में कहना होगा कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं होगी। हमें मिलकर आतंकवाद का हर रंग में, हर रूप में विरोध करना होगा। ये मानवता के प्रति हमारा दायित्व है। മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇത് ചെറിയ കാഴ്ചകളല്ല, ദൃശ്യങ്ങൾ ചെറുതല്ല. ഇന്ത്യയും ചൈനയുമായി സഖ്യമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ തമ്മിൽ കൂടിക്കാഴ്ച എന്നൊക്കെ സംശയിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അത് മോദി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ സൗഹൃദം തുടരണമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. കോടിക്കണക്കിന് ജനങ്ങളുടെ അഭിലാഷമാണ് എന്ന് മോദിയും ഷീ ജിൻപിങ്ങും പറഞ്ഞു വെക്കുന്നു. ഒരു ദീർഘകാല സൗഹൃദത്തിന് തുടക്കമായി ഇതിനെ കാണാമോ മനു? ഇത് നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 4 ദിവസം അതിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം അത് വളരെ കൃത്യമായി തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ്. ഇത് 2 ഭീഷണികൾക്ക് നേരെ മോദിയുടെ മറുപടി എന്ന് പറയാം. ഒന്ന്, താരിഫ് ഭീഷണിയുമായി എത്തുന്ന അമേരിക്കയ്ക്ക് കൃത്യമായൊരു മറുപടി മോദി കൊടുക്കുന്നു. ഒപ്പം തീവ്രവാദ ഭീഷണിയുമായി വരുന്ന പാകിസ്ഥാനും ഇതേ ഉച്ചകോടിയിൽ തന്നെ കൃത്യമായ മറുപടി പ്രധാനമന്ത്രി കൊടുക്കുന്നു. ഇവിടെ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ടാണ് മോദി ഈ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നത്. അതിന് ആ വിവിധ രാജ്യങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ പ്രധാനമന്ത്രി കഴിയുന്നു. അതേസമയം ഒരിക്കലും ഇത്ര കണ്ട് മെച്ചപ്പെടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകൾ അവിടെ പ്രകടമായി. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഷീ ജിൻപിങ്ങും അതുപോലെ പുടിനും ഒരുമിച്ച് നിൽക്കുന്ന പടം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ തോതിൽ സർക്കുലേറ്റ് ആവുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനം നമുക്കറിയാം, 42% ലോക ജനതയുടെ 42% വരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ യോഗം ചേർന്നത്. അതിൽ 20 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തു. 10 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ 10 ഇതുപോലത്തെ അന്താരാഷ്ട്ര സമിതികളുടെ നേതാക്കൾ പങ്കെടുത്തു. അങ്ങനെ ഒരു ഷാങ്ഹായ് ഉച്ചകോടി ടിയാൻജനിൽ നടന്നത് ഒരു വലിയ ഒരു സമ്മേളനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്നതിൽ വളരെ കൃത്യമായ നിലപാട് തന്നെ ഇന്ത്യ തുടരുന്നു. ചൈനയുമായി കൂടുതൽ അടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ അതേ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായ പാകിസ്ഥാനെ കൃത്യമായി തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന ഒരു അന്ത്യശാസനം പോലെ ഒരു സന്ദേശം നൽകാൻ ഈ യോഗത്തിന് കഴിയുന്നു. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ വാണിജ്യ വാതായനങ്ങൾ തുറന്നിടുന്നതിൻ്റെ സൂചന കൂടി നമുക്ക് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ കാണാൻ കഴിയും. കഴിഞ്ഞ യോഗത്തിൽ ഇത് നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല, കസാനയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പോയിരുന്നില്ല. ഈ യോഗത്തിൽ അദ്ദേഹം പോകുന്നു. അത് കൃത്യമായ ഒരു സൂചന അമേരിക്കയ്ക്ക് നൽകാൻ ഉപകരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഷാങ്ഹായിൽ ആവർത്തിക്കുകയാണ് മനു മോദി. അതായത് റഷ്യയുടെ എണ്ണ വാങ്ങും, യാതൊരു സംശയവുമില്ല. പഹൽഗാം ആക്രമണം സൂചിപ്പിക്കുകയാണ്. നിലപാടിൽ നിന്ന് കടുകിട വ്യത്യാസമില്ല. ഞങ്ങൾ എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു മോദിയെ കൂടി നമ്മൾ ഷാങ്ഹായിൽ കണ്ടു. ടിയാൻജനിൽ എത്തുന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ അത് ഒരു നയതന്ത്ര പ്രഖ്യാപനമാകും എന്ന് എല്ലാവരും കരുതിയതാണ്.
ഈ ഷാങ്ഹായ് ഉച്ചകോടി ടിയാൻജനിൽ നടക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി പോകുമെന്ന് നേരത്തെ വ്യക്തമാക്കുമ്പോൾ തന്നെ മറ്റു വഴികൾ പ്രധാനമന്ത്രി ആരായുന്നു എന്നതിൻ്റെ സൂചനയാണ്. പ്രധാനമായും ഈ പെഹൽഗാം ആക്രമണം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിൻ്റെ വാദത്തിന് ഇന്ത്യ അംഗീകാരം നൽകുന്നില്ല. അതോടൊപ്പം ഈ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റഷ്യൻ എണ്ണ വാങ്ങിക്കരുത്, റഷ്യയിൽ നിന്ന് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അതായത് സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടേതായിരിക്കും എന്നൊരു നിലപാട് എടുത്തു പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ അമേരിക്കൻ എക്കണോമിസ്റ്റുകൾ സൂചിപ്പിച്ച അതേ സാഹചര്യം തന്നെയാണ് ഉടലെടുക്കുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായാൽ മറ്റു പല ഇതുപോലത്തെ ആഗോള സംവിധാനങ്ങൾ ശക്തമാകും, ബ്രിക്സ് ശക്തമാകും എന്നാണ് പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ബ്രിക്സ് മാത്രമല്ല, ഈ SCO പോലുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ശക്തമാകുന്നു, അതുപോലെ G20 ശക്തമാകും, മറ്റു പല സംവിധാനങ്ങളും ഇതേ മാതൃകയിൽ ശക്തമായി വരും, ക്വാഡ് ശക്തമാകും. അങ്ങനെ പല ഏജൻസികളും അല്ലെങ്കിൽ പല കൂട്ടായ്മകളും ശക്തമായി വരും. അത് പിന്നീട് ലോക വാണിജ്യക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തീർച്ചയായും അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണണം മോദിയുടെ ലോകക്രമത്തെ നിശ്ചയിക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചില ഭീഷണികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് തുടർച്ചയായി സംഭവിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഏകപക്ഷീയമാണ് എന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഇന്ത്യ വൻതോതിൽ സാധനങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്നുണ്ട്, അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ലയന്റ് എന്നും പറഞ്ഞു വെക്കുകയാണ്. മനു, ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഇയാൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലപാടില്ലാത്ത നേതാവ് എന്ന് പറഞ്ഞു വെക്കുന്നു. അത് ശക്തനെന്നൊക്കെ പറഞ്ഞിട്ടും അമേരിക്കയിൽ പോലും എതിർപ്പുകൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ട്രംപിന് ഇപ്പോൾ ഇന്ത്യയാണ് അയാളുടെ സ്ഥിരം ആയുധം. ഈ ടിയാൻജനിൽ നടന്ന ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗം കഴിഞ്ഞതോടുകൂടി അതിൽ ട്രംപിൻ്റെ പ്രതികരണം പലരും ഉറ്റുനോക്കിയിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്ന്. പക്ഷേ ഇവിടെയും അദ്ദേഹം ട്രംപ് നടത്തുന്നത് ഒരു സ്ഥിരം പല്ലവി തന്നെയാണ്. ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമാണ്. അതിൻ്റെ കണക്കുകൾ അദ്ദേഹം പറയുന്നത് 41.5 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമ്പോൾ 87.3 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ 2024 ഇന്ത്യ അമേരിക്കയിലേക്ക് അവർക്ക് വാങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തവണയാകട്ടെ 2025 കണക്കുകളും കൂടി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ 56.3 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് 22.1 ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നമാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത് ഈ ബാലൻസ് ഓഫ് ട്രേഡ് വ്യാപാര ഒരു സൂചിക അത് അമേരിക്കയ്ക്ക് അനുകൂലമല്ല, പക്ഷേ ഇന്ത്യക്ക് എന്നൊരു പരാമർശം അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഇപ്പോഴും ഈ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുള്ള പരാമർശത്തിൽ ട്രംപ് അത് തന്നെയാണ് പറയുന്നത്. ഇത് ഇന്ത്യ ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ വിദഗ്ധരിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് വാണിജ്യകാര്യ മന്ത്രാലയത്തിൽ നിന്നും ചില സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ട്രംപ് പറയുന്നത് ഇന്ത്യ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നാണ്. ഇത് അവർ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരുടെ ഒരു സൂപ്പർ ക്ലയൻ്റാണ്. അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. അതേസമയം ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അത്ര കണ്ട് വാങ്ങുന്നില്ല എന്നൊക്കെ ട്രംപിൻ്റെ സ്ഥിരം ഈ പല്ലവികൾ ഇവിടെയും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും വിമർശനവുമായി ട്രംപ് വരുമ്പോൾ അത് കേട്ട ഭാവം ഇവിടുന്ന് നടിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഏതായാലും ഇത് ചെറിയ തോതിൽ 1% GDP-യെ ബാധിക്കുമെന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്യുന്ന എക്കണോമിസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഇത് ചിലപ്പോൾ ചില തൊഴിൽ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ ഒരു ഹ്രസ്വകാല പ്രശ്നങ്ങൾക്ക് മാത്രമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്കണോമിക് എക്വിലിബ്രിയത്തിലേക്ക് ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥയിലേക്ക് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ട്രംപിന്റെ വിമർശന ശരങ്ങൾ തുടരുകയാണ്. പക്ഷെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്ക്